ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 5 ഇംഗ്ലീഷിന് ദ ലിറ്റിൽ ബുള്ളി എന്ന് പറയുന്ന ലെസൻ്റെ എക്സസൈസസ് ആണ് കേട്ടോ. നമ്മൾ ലെസൺ പഠിച്ചു കഴിഞ്ഞാണ്. നിങ്ങൾക്ക് ചാനൽ പ്ലേലിസ്റ്റിൽ ലിങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും കിട്ടും. ഇതിൻ്റെ ലെസൺ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അത് കണ്ട ശേഷം നിങ്ങൾ ഈ എക്സസൈസ് നോക്കണേ. റീഡിങ് ഈസ് ഫൺ. Now that you have read and understood the lesson, can you answer these questions? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന് ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുക. Why did all the children hate Hari? ഹരിയെ എല്ലാവർക്കും ഇഷ്ടക്കേടായിരുന്നു. എന്താ കാര്യം? Because he always pinched them. അവൻ എല്ലാവരെയും ഉപദ്രവിക്കുമായിരുന്നു, പിച്ചുമായിരുന്നു. Nobody took Hari's hand. Nobody went near to him. Nobody played with him. This shows that Hari had അവൻ്റെ അടുത്തേക്ക് ആരും ചെല്ലാറില്ല, അവൻ്റെ അടുത്ത് കൈ ആരും പിടിക്കാറില്ല, അവൻ്റെ കൂടെ ആരും കളിക്കാറില്ല. ദാറ്റ് മീൻസ് ഹീ ഹാസ് നോ ഫ്രണ്ട്സ്. അവന് ഒരു ഫ്രണ്ട്സും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് വുഡ് മേക്ക് എ ഫ്രണ്ട്ലി പേഴ്സൺ? റൈറ്റ് ദം ഡൗൺ. ഇനി ഒരാൾ ഫ്രണ്ട്ലി, നമ്മുടെ വളരെ സൗഹൃദപരമായിട്ട് പെരുമാറുന്നെങ്കിൽ അവരെങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക? എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും ചെയ്യുക? റെസ്പെക്റ്റിംഗ് അതർ പീപ്പിൾ, ഈറ്റിംഗ് എ സ്മോൾ ചൈൽഡ്സ് ടിഫിൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുക, കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിന്ന് ടിഫിൻ ബോക്സിൽ നിന്നെടുത്ത് കഴിക്കുക. അതിലേതാണ്? റെസ്പെക്റ്റിംഗ് അതർ പീപ്പിൾ. അതാണ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ടത്. ഇനിയുണ്ട്, നോക്കാം നമുക്ക് ഓരോന്ന്. കോളിംഗ് പീപ്പിൾ റൂഡ് നെയിംസ്, വളരെ മോശമായ പേര് ആളുകളെ വിളിക്കുക. പുഷിങ് എ സ്മോളർ ബോയ് ആൻഡ് മേക്കിംഗ് ഹിം ക്രൈ, ചെറിയ കുട്ടികളെ തള്ളുകയൊക്കെ ചെയ്തിട്ട് അവരെ കരയിപ്പിക്കുക. ബി ഹെൽപ്ഫുൾ ടു എവരി വൺ, എല്ലാവരോടും ഒരു ഹെൽപ്ഫുള്ളാണ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പോൾ അത് കറക്റ്റാണ്, അല്ലേ? ഒരു ഫ്രണ്ട്ലി പേഴ്സൺ ആണ്. ഹെൽപ്പിംഗ് യുവർ ക്ലാസ്മേറ്റ്സ് അറ്റ് സ്കൂളിൽ ക്ലാസ്മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, അതും ഒരു ഫ്രണ്ട്ലി പേഴ്സൻ്റെ ഗുണമാണ്. മോക്കിംഗ് അറ്റ് ഫ്രണ്ട്സ് ആൻഡ് ഹേർട്ടിങ് ദെയർ ഫീലിങ്സ്, ഫ്രണ്ട്സിനെ കളിയാക്കി അവരുടെ വേദനകളിൽ അല്ല അവരെ പരിഹസിക്കുക. പ്രൊട്ടക്റ്റിംഗ് എ വീക്കർ പേഴ്സൺ, ഒരു തീരെ ആരോഗ്യമില്ലാത്ത ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മൾ റൗണ്ട് ചെയ്ത എല്ലാം എന്താണ്? ഒരു ഫ്രണ്ട്ലി പേഴ്സണ് വേണ്ട ഗുണങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ ഈ കോളത്തിലേക്ക് എഴുതി ചേർക്കണം കേട്ടോ, ഈ വരികളിലേക്ക് എഴുതി ചേർക്കണം. നമ്മളിപ്പോൾ റൗണ്ട് ചെയ്ത സെൻറ്റൻസുകൾ. ഈ വൊക്കാബുലറി, ഇവിടെ നമ്മൾ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടേ. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരുന്ന വാക്കുകൾ നമുക്കിവിടെ ഈ പസിൽ ബോക്സിൽ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച കുറേ വേർഡ്സാണ് തന്നിരിക്കുന്ന. വേർഡ്സ് ഞാൻ വായിക്കാം. സ്മൈൽ, ഹാപ്പി, സ്ട്രോങ്. ഇത് ഡൗൺ, താഴേക്ക് എഴുതാനുള്ളതാണ്. എക്രോസ്, ക്വയറ്റ്, പണിഷ്. ഇതിൻ്റെ മീനിങ് അല്ലെന്ന് ഓർക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റോ അല്ലെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരുന്ന വാക്കുകളോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ സ്മൈൽ എന്ന് പറയുന്ന വേർഡിന് ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരുന്ന എന്താണ്? സ്കൗൾ. രണ്ടാമത്തെ ഹാപ്പി, നമുക്ക് ഹാപ്പി ആയിരുന്നല്ലോ, അതിന് മിസറബിൾ എന്നാണ് ഏകദേശം ഓപ്പോസിറ്റ് വരുന്ന വേർഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്ട്രോങ് എന്നുള്ള വാക്കിനെ നമുക്കറിയാം വീക്ക് എന്ന് പറയുന്നതാണ് കറക്റ്റ് ഓപ്പോസിറ്റ്. ഇനി ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായി സംസാരിക്കുന്ന ആൾ. നോയ്സി, അതായത് എപ്പോഴും ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ആൾ. പണിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. റിവാർഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിവാർഡ്, നമുക്ക് സമ്മാനം കിട്ടുക എന്നാണ് അർത്ഥം. ഇനി ഹരി വാസ് പിഞ്ച്ഡ് ടിൽ ഹി വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് മീനിങ് എന്നാണ് പറയുന്നത്? എന്താണെന്നറിയാമോ? ദെയർ വെയർ ബ്രൂയിസസ് ഓൺ ഹിസ് ബോഡി എന്നാണ് അർത്ഥം. ബ്രൂയിസസ് എന്ന് പറഞ്ഞാൽ എന്താ? പിഞ്ച് ചെയ്തിട്ടല്ലേ, നമ്മൾ പിച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ തണുർത്ത് വരിക, അല്ലേ? ഇങ്ങനെ ചുവന്ന് തടിച്ച് വരുന്നതിനാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നാണ് ആ ഫ്രേസ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിന് മീനിങ്? ദെയർ വെയർ ബ്രൂയിസസ് ഓൺ ഹിസ് ബോഡി. ഐ ഷാൻ പിഞ്ച് എനിവൺ എനിവെയർ. അപ്പോൾ ഈ വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഫുൾ ഫോം എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഷാൾ എന്ന് നോക്കിയേ, ഷാ എന്ന് എഴുതിയിട്ട് എൻ നോട്ടാണ്, എന്ന് മുകളിൽ അപ്പോസ്ട്രോഫി ടി. എങ്ങനെയാണ് അത് വായിക്കുന്നത്? ഷാൽ നോട്ട് എന്നാണ് ആ വേർഡ് വായിക്കുന്നത്. ഗിവ് ദ ഫുൾ ഫോം ഓഫ്. ഇനി ഓരോന്നിൻ്റെയും WONT, വോണ്ട്, വേറിൻറ്റ്, വുഡിൻറ്റ്, കുഡിൻറ്റ്,
വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ നോട്ട് എന്നാണ് അർത്ഥം. ആൻഡ് വെയറിൻറ്റ്, വെയർ നോട്ട്. വുഡിൻ, വുഡ് നോട്ട്. കുഡിൻറ്റ്, കുഡ് നോട്ട്. എല്ലാ ആൻസറുണ്ട്. നിങ്ങൾ താഴെയായിട്ട് അത് എഴുതി ചേർക്കണം കേട്ടോ. A girl was sitting quietly beside him. Harry leapt to his feet, crying loudly. The word quietly, loudly tells us how an action is being done. നമ്മൾ ly ചേർത്ത വാക്കുകൾക്ക് പറയുന്ന പേര് അഡ്വേർബ്സ് എന്നാണ്. അഡ്വേർബ്സ് എന്താണ്? അഡ്വേർബ്സ് എന്ന് പറഞ്ഞാൽ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് ഒരു ആക്ഷൻ അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതിനാണ് അഡ്വർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു സെൻറ്റൻസ് എന്നതിൽ ക്രൈയിങ് ലൗഡ്ലി എന്ന് പറയാം. ക്രൈ എന്ന് പറയുന്ന ഒരു ആക്ഷൻ വേർഡ് അല്ലേ, കരയുക എന്ന്. ആ ആക്ഷൻ വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അങ്ങനെ ലൗഡ്ലി എങ്ങനെയാണ് കരഞ്ഞത്? വളരെ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ ഈ ly ചേർന്ന വേർഡ്സ് എല്ലാം എന്താണ്? അഡ്വേർബ്സ് ആണ്. അപ്പോൾ നമുക്ക് ly ചേർത്ത കുറേ വേർഡ്സുകൾ ഇങ്ങനെ എഴുതാൻ, അതായത് 5 വേർഡ്സ് കൂടുതൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കത് ഇവിടെ ഈ തന്നിരിക്കുന്ന ഇതിൽ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഇപ്പുറത്ത് തന്നിട്ടുണ്ട് ly ചേർത്ത് എഴുതാൻ. ക്ലിയർ, മേറി, വിയറി, ഡബിൾ, ഡിയറി, ബ്രൈറ്റ് ആൻഡ് ബാഡ്, ഫോണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നേ ഉള്ളൂ. 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് 5 എണ്ണം എഴുതാൻ പറ്റും. ly ചേർത്ത് എഴുതിയേക്കുവാണ്. ക്ലിയർ എന്നുള്ള ly ചേർപ്പം ക്ലിയർലി, മെറി എന്നുള്ളത് മെർലി, വിയർ വിയർലി, ഡബിൾ ഡബിളി, ആൻഡ് ഡിയർലി, ബ്രൈറ്റ്ലി, ബാഡ്ലി, ഫോൺലി. ഇത് ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് ly ചേർത്ത് എഴുതാൻ പറ്റും. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളി, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ വേർഡ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഇതൊക്കെ ചേർത്ത് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഈ അഡ്വേർബ്സ് ചേർത്ത് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ നോക്കുകയാണേ. ക്ലിയർലി, ക്ലിയർലി എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് പറയാം. ദ ഓൾഡ് മാൻസ് ഐസ് വെർ വീക്ക്, ഹീ കനോട്ട് സീ തിങ്സ് ക്ലിയർലി. ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ കണ്ണുകൾ ശരിക്കും കാണത്തില്ല. അതുകൊണ്ട് വളരെ വീക്കാണ് കണ്ണുകൾ. അതുകൊണ്ട് അവന് തീരെ കാണത്തില്ല, വ്യക്തമായി കാണത്തില്ല. മെർലി, ഓൾ സ്റ്റുഡൻസ് റോഷ്ഡ് ഔട്ട് മെർലി വെൻ ദ ലാസ്റ്റ് ബെൽ റാങ്. മെർലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ എന്നാണ് അർത്ഥം. ലാസ്റ്റ് ബെല്ലടിക്കുമ്പോൾ കുട്ടികളെല്ലാം എന്ത് ചെയ്യും? ഭയങ്കര സന്തോഷത്തോടെ വെളിയിലോട്ട് ഓടുന്നത് അല്ലേ. വിയർലി, ഇൻ ദ ഈവനിങ് ദ പേഴ്സൺ വാക്ക്ഡ് ഹോം വിയർലി. വിയർലി എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിച്ച് അവശനായി എന്നർത്ഥം. കൃഷിക്കാരൻ വൈകുന്നേരം വരെ കൃഷിഭൂമിയിൽ ജോലി ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ ക്ഷീണിതനായി വീട്ടിലേക്ക് പോകുന്നു എന്നർത്ഥം. ഡബ്ലി, ഷീ ഈസ് ഡബ്ലി ബ്ലെസ്ഡ് വിത്ത് സൺ ആൻഡ് എ പ്രൊമോഷൻ. രണ്ട് സന്തോഷം അവൾക്കുണ്ടായി. ഒന്ന് അവൾക്ക് ഒരു മകനുണ്ടായി, രണ്ടാമത് അവൾക്ക് പ്രൊമോഷനും കിട്ടി. ഡബ്ലി മീൻസ് 2 എന്നർത്ഥം. ഡിയർലി, ഹെർ സിസ്റ്റർ വാസ് ഡ്രസ്ഡ് ഓൺ ഹെർ ബർത്ത്ഡേ പാർട്ടി. ഇവിടെ നമ്മൾ ഡിയർലി എന്ന വേർഡ് ഉപയോഗിച്ചിട്ടില്ല. നോക്കിയാൽ ഹെർ സിസ്റ്റർ വാസ് ഡ്രസ്ഡ് ഡിയർലി. ഇവിടാണ് നമ്മൾ ഡിയർലി എന്ന വേർഡ് ചേർക്കേണ്ടത്. ഓൺ ഹെർ ബർത്ത്ഡേ പാർട്ടി. ബ്രൈറ്റ്ലി, ദ ഡയമണ്ട് ഷൈൻസ് ബ്രൈറ്റ്ലി ഇൻ ദ ഡാർക്ക്. ഡയമണ്ട് വളരെ ശോഭയോടുകൂടി ഇരുട്ടിൽ തിളങ്ങി. ഹി ബാഡ്ലി എൻ്റർടൈൻ ദ ഗസ്റ്റ്. അവൻ വളരെ മോശമായിട്ടാണ് ഗസ്റ്റിനോട് പെരുമാറിയത്. ഫോൺലി, ദ ലേഡി കിസ്ഡ് ഹെർ ബേബി ഫോൺലി. വളരെ സ്നേഹത്തോടെ ആ ലേഡി കുഞ്ഞിനെ കിസ് ചെയ്തു, ഉമ്മ വെച്ചു. ഇനി പ്രാക്ടീസ് ചെയ്യാനാണ് PUFും ചേർത്ത വേർഡ്സ്. പ്ലീസ്ഡ്, പ്രിക്ഡ്, പിഞ്ച്ഡ്, പണിഷ്ഡ്. ഫാറ്റ്, ഫ്രൂട്ട്, ഫെല്ല്, ഫോർഗോട്ടൻ. പാം, പെയർ, പ്രൗഡ്, പാരേഡ്. ഫാം, ഫെയർ, ഫ്രൗൺ, ഫിഷ്. ഇതെല്ലാം നമുക്ക് പറയാൻ ഉറക്കെ പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്ത് കേൾക്കാനുള്ള വേർഡ്സാണ് കേട്ടോ. ഇനി നമുക്ക് റൈമിങ് വേർഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ക്ലാസ് 4 ഒരുപാട് പ്രാവശ്യം നമ്മൾ റൈമിങ് വേർഡ്സ് പറഞ്ഞാൽ, റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എൻഡ് ഒരുപോലെ പ്രൊനൗൺസ് ചെയ്യണം. അതാണ് റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രൂയിസ് ഉണ്ട്. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതേപോലെ പറയുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ ക്രൂയിസ്. CRU, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നല്ലോ. CRUISE, ക്രൂയിസ്. അടുത്ത ക്യാരേജ്, മാരേജ്. അടുത്ത എന്താ? ക്രിയേച്ചർ എന്നുള്ളത് നമുക്ക് ഫീച്ചർ, FEATURE, ഫീച്ചർ. അടുത്ത ടീച്ചർ എന്നുള്ളതിന് പകരം നമുക്ക് എന്താ?
PR ചേർക്കാനാ, പ്രീച്ചർ, പ്രീച്ചേഴ്സ്. അതുപോലെ രണ്ട് വാക്കുകൂടുണ്ട്. പ്രോൺ, പ്രോൺ നമുക്ക് എന്തെന്ന് എഴുതാം, ഡോൺ, ഡ്രോൺ എന്ന് എഴുതാം കേട്ടോ, DRAWN, ഡ്രോൺ. അൻവോൾഡ്, COWED. എന്താ ഈ വേർഡിൻ്റെ അർത്ഥം എന്നറിയാമോ? അതായത് കാക്ക കരയുന്ന ശബ്ദത്തിന് കോവഡ് എന്നാണ് പറയുന്നത്, COWEE. ഇനി ഹൗ ഡിഡ് സീസൈഡ് ക്രിയേച്ചേഴ്സ് ദ ക്രാബ്, ലോബ്സ്റ്റർ എക്സെട്ര ടീച്ച് ഹരി എ ലെസൺ? ഹരിയെ ആ ലോബ്സ്റ്ററും ക്രാബ്സും ചേർന്ന് എങ്ങനെയാണ് ഒരു പാഠം പഠിപ്പിച്ചത്? ദ ക്രാബ്, ലോബ്സ്റ്റർ, ഷ്രിംസ് ആൻഡ് പ്രോൺസ് പിഞ്ച്ഡ് ഹരി ഹാർഡ്. ഇവരെല്ലാം കൂടെ ഹരി എന്ത് ചെയ്തു, നുള്ളി. ആൻഡ് ദേ പിഞ്ച്ഡ് ടിൽ ഹി വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആൻഡ് ക്രൈഡ് ഇൻ പെയിൻ. അവൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ തിണർത്ത് അവൻ ഭയങ്കര വേദനയോടെ കരയുന്നവരെ അവരെന്ത് ചെയ്തു, പിച്ചിക്കൊണ്ടിരുന്നു. ദറ്റ് മീൻസ് അവർ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. ദെൻ ഹി റിയലൈസ്ഡ് ഹൗ പിഞ്ചിങ് ഹർട്ട്. അപ്പം അവന് മനസ്സിലായി എന്താ, ഇങ്ങനെയാണ് ഞാൻ പിച്ചിയാലും മറ്റുള്ളവർക്ക് വേദനിക്കുന്നതാണ്. ഹി ഡിസൈഡഡ് നെവർ ടു പിഞ്ച് എനിബഡി ഇൻ ഫെയിലർ. ഇനി മേലാൽ അവന് ഇനി ഒരിക്കലും ആരെയും ഇങ്ങനെ പിച്ചത്തില്ലെന്ന് തീരുമാനം എടുക്കുകയും ചെയ്തു. റീഡ് ദിസ് സെന്റൻസസ് കെയർഫുള്ളി. ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ദ ബോയ് ഈസ് സ്റ്റാൻഡിങ് അണ്ടർ ദ ട്രീ. ഒരു ആൺകുട്ടി മരത്തിന് ചുവട്ടിൽ നിൽക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എന്ത് ചെയ്യുന്നു, ഈസ്റ്റിൽ കീഴെ കുതിക്കുന്നു. എ ആൻഡ് ഡു നോട്ട് പോയിൻ്റ് ഔട്ട് എനി ഡെഫിനിറ്റ് ഓർ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്സ് whereas the is speak for some particular person or thing. A and the are called articles. Remember, an is used before the words beginning with vowel sounds. Now fill the blanks with appropriate article. Articles A and the എന്നാണ്. A കൺസണൻറ്റ് സൗണ്ടിൻ്റെ കൂടെയും ആൻ വവൽ സൗണ്ടിൻ്റെ കൂടെയാണ് നോർമലായി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ദ വരുന്നത് ഒരു പ്രത്യേക ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വേർഡ് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ, എടുത്തു പറയുമ്പോഴാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. നോക്കാം നമുക്ക്. ഹരി വാസ് ആൻ അൺപോപ്പുലർ ബോയ്. AU ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ അൺപോപ്പുലർ ബോയ്. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വെൻ ടു ദ സീസൈഡ്. ടു എ സീസൈഡ് എന്നല്ല, അവിടെ സീസൈഡിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ദ ആണ് ഉപയോഗിക്കേണ്ടത്. ഹീ സോ എ ബിഗ് ക്രാബ്. ഒരു വലിയ ക്രാബ് അവൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടു. ഐ ഫൗണ്ട് ഡാഷ് ബോട്ടിൽ. എം ടി ആണ്, ആൻ എം ടി ബോട്ടിൽ. ഈ എന്ന് പറയുന്നത് എന്താണ്, ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ആനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡാഷ് സീ ക്രിയേച്ചേഴ്സ് ഹിസ് ഫുഡ്. ദ സീ ക്രിയേച്ചേഴ്സ്, അവിടെയും സീ ക്രിയേച്ചർ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നോക്കി, നമ്മൾ പലതരത്തിലുള്ള ആനിമൽസിനെ കണ്ടിട്ടുണ്ട്. ചിലതിനൊക്കെ ഷെല്ലുണ്ട്, ഔട്ടർ കവറിങ് ആയിട്ട് ഷെല്ലുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ചിലതിനൊന്നും ഇല്ല. നമുക്ക് ഇവിടെ കുറച്ച് ആനിമൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷെല്ലുള്ളത് ഏതിനൊക്കെയാണെന്ന് നോക്കാം. ക്രോക്കഡൈൽസിന് ഷെല്ലുണ്ടോ? പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷെല്ലില്ല. ബട്ട് സ്നെയിൽസിനുണ്ടല്ലേ. ലിസാനിനുണ്ടോ? സ്നേക്സിനുണ്ടോ? ഇല്ല. ടോട്ടിൽസിനുണ്ട്, ടോട്ടീസിനുണ്ട്. പിന്നെന്താ, ഫ്രോഗിനുണ്ടോ? ഇല്ല. ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞാൽ പോക്ക്പെയിൻ, അതായത് മുള്ളൻ പന്നിയുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ, പോക്ക്പെയിൻ. ഇത് രണ്ടും രണ്ട് ടൈപ്പ് മുള്ളൻ പന്നികളാണ്. ഇപ്പോൾ ഇതിനകത്തിൽ ടേർട്ടിലെ, സ്നെയില്, ടോട്ടീസിന് ഇതിനൊക്കെയാണ് ഹാർഡായിട്ടുള്ള ഷെൽ കവർ ഉള്ളത്. നമ്മുടെ ക്രോക്കഡിലിനും അതിൻ്റെ ഷെല്ലല്ല, ബട്ട് ഇറ്റ് ഹാസ് എ ഹാർഡ് സ്കിന്ന് ഹാർഡാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആനിമലിൻ്റെ പിക്ചർ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് 5 ലൈൻസ് എഴുതാൻ പറയാം. നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫിഷിൻ്റെ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫിഷിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഫിഷിനെ കുറിച്ച് എന്തൊക്കെ എഴുതും? ഫിഷ് ഈസ് എ വാട്ടർ ആനിമൽ ആണല്ലോ. ഈ ഫിഷ് ഒരു വാട്ടർ ആനിമൽ ആണെന്ന് എഴുതാം. വി ക്യാൻ യൂസ് ഫിഷ് ആസ് അവർ ഫുഡ്. നമ്മുടെ ഫുഡായിട്ട് ഫിഷിനെ ഉപയോഗിക്കാം. പിന്നെന്താ, ഫിഷിൻ്റെ പ്രത്യേകതകൾ എന്താ? ഫിഷ് ഹാസ് ഗിൽസ് ടു ബ്രീത്ത്. അത് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗിൽസിലൂടെയാണ്.
ഗിൽസ് എന്ന് പറയുന്ന ചെകിളപ്പൂക്കളിലൂടെയാണ് അത് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെന്താ അതിന് അതിൻ്റെ പ്രത്യേകത എന്താ? അതിൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള എയറാണ് ബ്രീത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫിഷ് യൂസസ് the dissolved air in the water ഡിസോൾവ് ചെയ്തിട്ടുള്ള എയറാണ് അവർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ക്യാൻ മൂവ് സ്മൂത്ത്ലി അല്ലേ ഇൻ ദ വാട്ടർ, ബട്ട് ദ ഫിഷ് കനോട്ട് ലീവ് on land. Fish cannot live on land. live on land. ഓക്കെ, ഇത്രയും 5 സെൻറ്റൻസ് ഞാൻ ഫിഷിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമൽസിനെ കുറിച്ച് എഴുതാം കേട്ടോ. ഇനി ടോർട്ടീസും ടർട്ടിലും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. Tortoises have more rounded and domed shells, where turtles have thinner, more water dynamic shells. ടർട്ടിൽസ് വെള്ളത്തിലാണ് എപ്പോഴും ജീവിക്കുന്നത് കേട്ടോ. ടോർട്ടീസ് എന്ന് പറയുന്നത് ലാൻഡിലാണ് കൂടുതൽ സമയം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോർട്ടീസിൻ്റെ ഷെല്ലിന് വളരെ കട്ടി കൂടിയിരിക്കുന്നതാണ്. അതൊരു എന്താ പറയുന്നത്, ഡോംഡ്, അത് നല്ല ഔട്ടർ കവറിങ് നല്ലതാണ്. പക്ഷേ ടർട്ടിലിനെ അങ്ങനെ കുറച്ചുകൂടി സ്മൂത്താണ്. ടർട്ടിൽസ് ഷെൽ ആർ മോർ സ്ട്രീം ലൈൻ ടു എയ്ഡ് ഇൻ സ്വിമ്മിങ്. നീന്തിപ്പോകാൻ തക്ക വിധത്തിലുള്ള ഔട്ടർ കവറിംഗ് ആണ് അതിനുള്ളത്. വൺ മേജർ കീ ഡിഫറൻസ് ഈസ് ദാറ്റ് ടോർട്ടീസ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഓൺ ലാൻഡ് ആൻഡ് ടർട്ടിൽസ് അഡാപ്റ്റഡ് ഫോർ ദ ലൈഫ് സ്പെൻഡ് ഇൻ വാട്ടർ. ടർട്ടിൽസ് കൂടുതൽ സമയം വെള്ളത്തിലും ടോർട്ടീസ് എന്താണ് ലാൻഡിലുമാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. സ്വിങ്, സിറ്റ്, ക്ലൈംബ്, ലിക്ക്, സ്ലൈഡ്, കിക്ക്. ഇതൊക്കെ ചേർത്ത് നമുക്ക് ഇപ്പുറത്ത് സെൻറ്റൻസ് ചെയ്ത് അതിൻ്റെ കൂടെ ഈസോ ഓർ ആർ അല്ലെങ്കിൽ ING ചേർക്കണേ. നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, കൃഷ്ണ ഈസ് സ്വിങ്ങിങ്. നമുക്ക് കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്, അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് മേരി ഡാഷ് അപ്പ് ദ സ്ലൈഡ്. സ്ലൈഡിൽ നിന്ന് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മേരി, നമുക്ക് പിക്ചറിൽ നോക്കാം. പിക്ചറിൽ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. മേരി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മേരി ഈസ് സ്ലൈഡിങ് അപ്പ് ദ സ്ലൈഡ്. ആൻഡ് ഹരി ഡാഷ് ആൻഡ് ബോക്സിങ് ഹർ. ഹരി എന്ത് ചെയ്തിരിക്കുകയാണ്? ഹരി ഈസ് കിക്കിങ്. കണ്ടോ, ഹരി എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്തിരിക്കുന്ന കുട്ടിയെ ഇടിക്കുകയാണ്. കിക്കിങ് ആൻഡ്, അപ്പോൾ ഈസ് അല്ലെങ്കിൽ ആറെന്ന് ചേർക്കണം. ഈസാണ് ഇവിടെ നമ്മൾ കൂടുതലും ചേർത്ത് എന്താ പറയുക, സിംഗുലറാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈസാണ് യൂസ് ചെയ്യേണ്ടത്. A little bit of is licking a lollipop. ലിക്ക് എന്നുള്ള വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ INGയുടെ ചേർത്ത് നമുക്ക് എഴുതാം. അങ്ങനെ ഓരോന്നും എഴുതാം. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. പ്ലേ, ഫുട്ബോൾ, റേസ്, ബാഡ്മിൻ്റൺ, ജംപ്, റൺ എന്നൊക്കെ കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റീതയുടെയും തന്നിട്ടുണ്ട്. ഡാഷ് ദ സ്ലൈഡ്. റീത ഈസ് സ്ലൈഡിങ് ഡൗൺ ദ സ്ലൈഡ്. Imagine what the children will do in the playground tomorrow. You can take some hints from the words given in the box. John will play kabaddi tomorrow. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബോക്സ് കൊടുത്തിരിക്കുന്ന വെച്ചിട്ടാണ് ഓരോ കുട്ടികളുടെയും പേര് എഴുതിയിട്ട് നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കുക. പ്ലേ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ജമ്പ്, റേസ്, ബാഡ്മിൻ്റൺ, റൺ. അപ്പം മേരി ഈസ് അല്ലേ, നമുക്കിപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് എന്തുമായിരുന്നു? ജോൺ വിൽ പ്ലേ കബഡി ടുമോറോ. നാളത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ജോൺ വിൽ. അപ്പം മേരി വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ അല്ലേ. മേരി വിൽ അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം കേട്ടോ. ഹരി വിൽ പ്ലേ ബാഡ്മിൻ്റൺ ടുമോറോ. പിന്നെ ലിറ്റിൽ ബിറ്റോ വിൽ പ്ലേ ഫുട്ബോൾ or little bit will jump tomorrow. അപ്പോൾ നമുക്ക് അങ്ങനെ അത് മാറ്റി എഴുതാൻ പറ്റുമേ. ഇത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് തന്നേക്കുന്നത്. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.